പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള ഒരു നിമിഷം നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം എന്നെ ഇത്രത്തോളം എൻ്റെ ജീവിതത്തിൽ കരുണ വർഷിച്ചു. ഈ ലോകം വിട്ടുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ഭംഗിയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. സുവിശേഷത്തിന് ഹൃദയത്തുടിപ്പ് എന്ന് പറയുന്നത് കരുണയാണ്. ഓരോ പ്രാവശ്യവും വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തമ്പുരാൻ കരുണയോട് ഓരോരുത്തരെ വീക്ഷിക്കുന്നതും കരുണയോട് ഓരോരുത്തരെ സമീപിക്കുന്നതും കരുണയാൽ ഓരോരുത്തരെ പൊതിയുന്നതും കാണാൻ പറ്റും. സുവിശേഷത്തിന് ഹൃദയത്തുടിപ്പ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. സുവിശേഷമായിട്ട് മാറേണ്ട നമ്മുടെ ജീവിതത്തിൻ്റെയും ഹൃദയത്തുടിപ്പ് ഈ കരുണയാണോ? അതോ ഒരു തുടിപ്പില്ലാത്ത ഹൃദയം പോലെ എൻ്റെ ജീവിതവും മരണാസന്നമാണോ? ഓരോ നിമിഷവും സുവിശേഷത്തിൽ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓരോരുത്തരെയും ദൈവത്തെങ്കിലേക്ക് ചേർത്ത് പിടിക്കേണ്ട ഏറ്റവും വലിയ ആവശ്യകത എന്ന് പറയുന്നതും അത് തന്നെയാണ്. കരുണയാൽ നിറഞ്ഞവനാണോ ഞാൻ? കരുണയാൽ വീക്ഷിക്കുന്നവനാണോ ഞാൻ? കരുണയാൽ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നവനാണോ? എന്നിട്ട് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം നല്ല സമരിക്കാരൻ്റെ ഉപമയിൽ ആദ്യമേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആ ഒരു ചോദ്യത്തിന് മുൻപ് ചോദിക്കുന്നതിന് മറ്റൊരു ചോദ്യമാണ്, നിത്യജീവിതം കരസ്ഥമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ ചോദ്യം ചോദിക്കുന്ന ആളും അത്രത്തോളം വ്യക്തമാണ്. ഒരു ദീപജ്ഞനായിരുന്നു. ദൈവത്തെ പറ്റി അത്രയും അറിയാവുന്നൊരു ആള് ദൈവസന്നിധിയിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്. കുഴക്കാനാണെങ്കിൽ പോലും ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുക, ഒപ്പം സഹോദരങ്ങളെയും സ്നേഹിക്കുക. എന്നിട്ടും എന്തുകൊണ്ട് ആ ഒരു മനുഷ്യൻ ഈ ഒരു ചോദ്യം ആവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് പലപ്പോഴും ഒരു സംശയം ഉടലെടുത്തേക്കാം. ആരാണ് എൻ്റെ അയൽക്കാരൻ? ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പലപ്പോഴും കരുണ വർഷിക്കേണ്ട ഓരോ വ്യക്തികളും എൻ്റെ അയൽക്കാരനായിട്ട് മാറുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പിന്നെയും ഈ ഒരു ചോദ്യം ആവർത്തിക്കുന്നു? പലപ്പോഴും നമുക്കറിയാം, ഓരോ സാഹചര്യത്തിലും നമ്മൾ ഓരോ മനുഷ്യരെ സ്നേഹിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും പലപ്പോഴും ഒരു അളവുകോല് കൊണ്ടാണ്. ഒരാളെ എത്രയും സ്നേഹിക്കണോ അല്ലെങ്കിൽ ഒരാളെ എത്രയും സ്നേഹിച്ചാലും മതിയോ, ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ശാപബോധമാണ്. പലപ്പോഴും ഒരു ദൈവസന്നിധിയിലായിരിക്കുമ്പോഴോ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു അളവുകോല് വെച്ച് മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടുണ്ടോ? ഒരു പരിധി വെച്ച് ഞാൻ ആരെങ്കിലും എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടോ? പലപ്പോഴും ഒരു പക്ഷാപാതം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴും ഈ ഒരു നിയമജ്ഞൻ എടുത്തതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിലെ അയൽക്കാരൻ എന്ന് പറയുന്നത് ആരാണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ പലപ്പോഴും ഞാൻ സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആൾക്കാരുടെ സംഖ്യ പലപ്പോഴും മാറി പറയുന്നുണ്ട്. തമ്പുരാൻ ഓരോ നിമിഷം പറയുന്നത് ഹൃദയത്തുടിപ്പാവണം ഈ കരുണ. ഞാനിന്നൊരു സുവിശേഷമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, സുവിശേഷമായിട്ട് ഓരോ നിമിഷവും ഓരോ ദിവസവും ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തുടിപ്പായിട്ട് കരുണ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. കരുണയോടുകൂടി ഞാൻ വീക്ഷിക്കുന്നില്ലെങ്കിലും കാണുന്നില്ലെങ്കിലും ചേർത്ത് പിടിക്കുന്നില്ലെങ്കിലും ഞാൻ മരണാസന്നനാണ്. ഒരു സമരിയാക്കൻ്റെ ഉപമയിലും ആ ഒരു ഭാഗത്തിൻ്റെ അവസാനം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, ആരാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യന് അയൽക്കാരനായിട്ട് മാറിയത്? ഒരു ചോദ്യം കൊണ്ട് ഒരു ചോദ്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തമ്പുരാൻ നമ്മളോട് ആവർത്തിക്കുന്ന ഒരു ചോദ്യവും അത് തന്നെയാണ്, നീ എന്നാണ് ഒരു നല്ല അയൽക്കാരനായിട്ട് മാറിയത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിന് കൊടുക്കുന്നൊരു മറുപടി, ഞാൻ കരുണ കാണിച്ച് ഏതാനും മനുഷ്യരാണെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടം കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഓർക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. ഒരു കരുണയുടെ മുഖം എൻ്റെ ചുറ്റിലും ഞാൻ പരത്തിയാൽ
എൻ്റെ മുഖം കാണിച്ചു കൊടുക്കാൻ ആരെങ്കിലും എൻ്റെ ചുറ്റുമുണ്ടാകുമോ? പലപ്പോഴും നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ നിമിഷവും നമ്മളായിരിക്കുമ്പോഴും ഒന്ന് മനസ്സിലാക്കാനെങ്കിലും ആഗ്രഹിക്കുന്ന ഒത്തിരി വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ട്. പലപ്പോഴും ഒരു ശാരീരിക അധ്വാനത്തിന് അപ്പുറത്തോട്ട് ഒരു മാനസികമായിട്ടെങ്കിലും നമ്മളൊന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കാംക്ഷിക്കുകയും ചെയ്യുന്ന ഒത്തിരി വ്യക്തികൾ നമ്മുടെ ചുറ്റിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. തമ്പുരാൻ ഓരോ നിമിഷവും നമ്മളോട് സുവിശേഷമായിട്ട് മാറാൻ പറയുമ്പോഴും എൻ്റെ ജീവിതത്തിലും ഞാൻ പലപ്പോഴും ഓരോരുത്തർക്കും വേണ്ടി എഴുതപ്പെട്ട സുവിശേഷമാണ്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഓരോ ജീവിതാന്തസ്സിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭാര്യയാവാനും, ഭർത്താവാനും, ഒരു അപ്പനാവാനും, അമ്മയാകാനും, ഒരു വൈദികനാകാനും, സന്യസ്തനാകാനും, ഒരു നല്ല മകനും മകളുമാകാനും, ഇതുപോലെ പല ജീവിതാന്തസ്സിലേക്കും ജീവിതവിളിയിലേക്കും നമ്മൾ വിളിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം എൻ്റെ ഉത്തരവാദിത്വം എന്തെന്നും, അല്ലെങ്കിൽ ഞാൻ ആരോട് കരുണ കാണിക്കണമെന്നതിനപ്പുറത്തോട്ട് ആരൊക്കെ ചേർത്ത് പിടിക്കണമെന്ന് പലപ്പോഴും തമ്പുരാൻ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ കരുണയുടെ മുഖം പലപ്പോഴും വികൃതമായിപ്പോയി. അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മറ്റുള്ളവരെ കരുണയോടുകൂടി ചേർത്ത് പിടിച്ചില്ല? ഓരോ നിമിഷവും നമ്മൾ ഹൃദയത്തിൽ ആവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഹൃദയവും ഹൃദയത്തുടിപ്പോടുകൂടി ജീവിക്കുന്നത് അതേ കരുണയാലാണോ? ആ ഒരു തെരുവീതികളിൽ, ആ ഒരു ജനക്കൂട്ടത്തിൽ, അല്ലെങ്കിൽ അവിടുന്ന് പോയ ഓരോ ഇടങ്ങളിലും ഒരു ഹൃദയത്തുടിപ്പോടുകൂടി കരുണ വർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞാനും അതുപോലെ ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ്. സമരിയാക്കാരുടെ ഉപമയുടെ ഏറ്റവും വലിയ ഭംഗി അതാണ്. ആരാണ് ആ ഒരു മനുഷ്യന് യഥാർത്ഥ അയൽക്കാരനെന്ന് ചോദിക്കുമ്പോൾ അവനോട് കരുണ തോന്നിയവനെന്ന് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഇതുപോലെ ഞാൻ കരുണ കാണിച്ച, അല്ലെങ്കിൽ കരുണയോടുകൂടി ആയിരുന്ന ഏതൊക്കെ വ്യക്തികൾ എൻ്റെ ചുറ്റിലുണ്ട്? പലപ്പോഴും നമുക്കറിയാം, ഒരു അളവുകോൽ എന്നോണം നമ്മൾ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ ഒരു നിമിഷം, ഈ കരുണ ഭൂമിയിലേക്ക് മൊത്തം ചൊരിയപ്പെടുത്തൊരു നിമിഷം, തമ്പുരാൻ തൻ്റെ ജീവിതം തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഒഴിഞ്ഞു വെച്ച് സഹനങ്ങൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ആ വേദനകൾ കടന്നു പോകുമ്പോഴും തമ്പുരാൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്, ഇത്രയും നിന്നെ സ്നേഹിച്ച ഒരു നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലില്ല. ഒരു സമയമായിട്ട് ഈ സ്നേഹം കാണിച്ച നിമിഷങ്ങൾ മാറുമ്പോൾ നമ്മളും ഒരു കഥയ്ക്കപ്പുറം, സംഭവത്തിനപ്പുറം ഹൃദയം കൊണ്ട് പിന്തുടരേണ്ട എന്തൊക്കെയോ കാര്യങ്ങളാണ് തമ്പുരാൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുക. ഓരോ നിമിഷവും നമ്മുടെ ജീവിതവും ഹൃദയത്തൊഴിപ്പായിട്ട് നമ്മൾ ഓരോരുത്തരും മാറ്റേണ്ടതുണ്ട്. ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ജീവിക്കുമ്പോഴും, ഒരു ക്രിസ്ത്യാനി എന്ന് പലപ്പോഴും നമ്മൾ വിളിക്കപ്പെടുമ്പോഴും, ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് നമ്മൾ ഓരോ നിമിഷവും ആ പേര് കൊണ്ട് ചാർത്തപ്പെടുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്നത് ഒരു പൂർണ്ണ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതാണ്. സുവിശേഷമായിട്ട് എൻ്റെ ജീവിതം ഞാൻ മാറ്റുന്നുണ്ടെങ്കിൽ ഹൃദയത്തൊടിപ്പായിട്ട് കരുണ എൻ്റെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടേണ്ടതും നമ്മൾ ഓരോരുത്തരെയും ആവരണം ചെയ്യപ്പെടേണ്ടതും ഈ കരുണ കൊണ്ട് തന്നെയായിരിക്കണം. കാരണം ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ നിന്ന് തമ്പുരാൻ പലപ്പോഴും പ്രതീക്ഷിക്കുന്നത് കരുണയോടുകൂടി വർഷിക്കാനാണ്. കരുണയോടുകൂടി ഓരോരുത്തരെയും കാണാനാണ്, നോക്കിക്കാണാൻ, ചേർത്ത് പിടിക്കാൻ. നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും സ്നേഹത്തോടും കരുണയോടുകൂടി ഓരോ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തുടിപ്പുകൾ മാറിപ്പോയി. ഒരു തിരുവൾത്താരയിൽ എന്നെ ഏറെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തുടിപ്പായിട്ട് മാറേണ്ട കരുണയുടെ മുഖമായിട്ട് മാറിയ ക്രിസ്തു ഇന്ന് ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഓരോരുത്തരുടെ മുൻപിലുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ്. തിരിച്ചറിയാം, നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും ഇരുന്നുകൊണ്ട് യേശുവിനെ എത്രത്തോളം സ്നേഹിച്ചു എന്നതിന് ഇതിലും വലിയൊരു തെളിവില്ല. വിരിമാറഴക് കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു വെച്ചത്, ഞാൻ നിന്നെ ഇത്രയും സ്നേഹിച്ചു എന്നാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഈ തിരുവോസ്തി നമ്മൾ കാണുമ്പോൾ, ഈ തിരുവോസ്തി നമ്മൾ ഓരോരുത്തരും കൈക്കൊള്ളുമ്പോൾ
ഞാൻ നിന്നെ ഇനിയും സ്നേഹിക്കുന്നുവെന്നാണ്. വചനം സാക്ഷ്യപ്പെടുന്നത് പോലെ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ വായിച്ചു കേൾക്കുന്നത് പോലെ അവിടുത്തെ സ്നേഹം അനന്തമാണ്. അതൊരിക്കലും അസ്തമിക്കുന്നില്ല. ഭൂമിയിൽ നമുക്കറിയാം പല കാര്യങ്ങളും അസ്തമിക്കുന്നതാണ്. രാവിലെ നമ്മൾ കാണുന്ന സൂര്യൻ അസ്തമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വ്യക്തികൾ പലപ്പോഴും അസ്തമിക്കുന്നുണ്ട്. പക്ഷേ അന്നും ഇന്നും അസ്തമിക്കാത്തത് ഈശോയുടെ സ്നേഹമാണ്, ഈശോയുടെ കരുണയാണ്. ഈ ഒരു സമരിയാക്കാരൻ്റെ ഉപമ വളരെ ഭംഗിയായിട്ട് പറയുമ്പോൾ അതിനൊരു തലക്കെട്ട് കൊടുക്കുന്നുണ്ട്, നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ആ ഒരു യഹൂദ പാരമ്പര്യം അനുസരിച്ച് പല രീതിയിലുള്ള ശത്രുതയിൽ അവർ ഉളവാകുമ്പോഴും സമരിയാക്കാർ ചുറ്റിലുണ്ടായിരുന്നു. പക്ഷേ അവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് മാറ്റിയെങ്കിൽ, ഒരു ആലേഖന രീതിയിൽ നല്ല അയൽക്കാരനെന്ന് ഒരു മനുഷ്യനെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല സമരിയാക്കാരനായിരുന്നു. പലപ്പോഴും നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും നമ്മൾ തള്ളിപ്പെട്ടേക്കാം, മാറ്റി നിർത്തപ്പെട്ടേക്കാം. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്തു എനിക്ക് എൻ്റെ ജീവിതത്തിന് തരുന്നൊരു തലക്കെട്ട് എന്താണ്, ഒരു പേരെന്താണ്? അത് കരുണയുടെ ആകാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ദിവ്യകാരുണ ആരാധന നമ്മൾ ഓരോരുത്തരും പങ്കുകൊള്ളുമ്പോൾ, എന്നെ സ്നേഹിച്ച ആ സ്നേഹമാണ് എൻ്റെ മുമ്പിൽ, എന്നെ കരുണയോട് ചേർത്ത് പിടിച്ച ആ കരുണയാണ് എൻ്റെ മുമ്പിൽ. ആ ഒരു പ്രതിജ്ഞാബദ്ധതയോടെ നമുക്ക് ഓരോരുത്തരായിരിക്കാം. അത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും സ്നേഹത്തോട് തമ്പുരാൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. സ്നേഹത്തോടെ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ഹൃദയത്തിലിടം തരുന്നുണ്ട്. ഒരു കഥ ഒന്ന് കേട്ട് നമ്മൾ ഓരോരുത്തരും രസിക്കാനല്ല, അതിനപ്പുറത്തോട്ട് പിന്തുടരാനാണ് എൻ്റെ മുമ്പിലേക്ക് ആ കഥ പറഞ്ഞു വെക്കുന്നത്. നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു ദൗത്യം നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. കരുണയുടെ പ്രേക്ഷിതരാകാൻ നമ്മൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ പല അവസരങ്ങളിലും ആ കരുണയുടെ ഒരു ദൗത്യം, ആ ഒരു പ്രേക്ഷിത ദൗത്യം ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. അളവുകോല് കൊണ്ട് പലപ്പോഴും നമ്മുടെ സ്നേഹത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയെ നമ്മൾ നിർത്തിയേക്കാം. പക്ഷേ അതിനപ്പുറത്തോട്ട് ഓർക്കേണ്ട ഒരു കാര്യം, എന്നെങ്കിലും തമ്പുരാൻ എന്നെ സ്നേഹിച്ചപ്പോൾ അതേ അളവുകോല് ഉപയോഗിച്ചു. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യർക്കും വേണ്ടി നമ്മൾ തമ്പുരാനോട് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, തിരികെ പോകേണ്ടത് കരുണയുടെ മുഖമായിട്ട് എനിക്ക് മാറാൻ പറ്റാത്ത നിമിഷങ്ങൾ ഓർത്താണ്. കൃതജ്ഞതയോടുകൂടി നമുക്ക് ഓരോരുത്തരായിരിക്കാം. ഈശോയെ, അങ്ങേ കരുണയിലേക്ക് കൂടുതൽ വളരാൻ എനിക്ക് അനുഗ്രഹവും ആശീർവാദവും തരണമേ. ഈശോയിൽ ഒത്തിരി ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു ദിവ്യകാരുടെ ആശീർവാദം സ്വീകരിക്കാൻ പോകുമ്പോൾ, അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ, നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും നമുക്കായിരുന്നു കൊണ്ട് ഈശോയുടെ സ്നേഹത്തെ അവിടെ നിന്നും നമ്മുടെ ജീവിതത്തിൽ കരുണ വർഷിക്കപ്പെടുന്നതിനെ ഓർത്ത് കൃതജ്ഞതയുള്ളവരാകാം, നന്ദിയുള്ളവരാകാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റ് നന്ദിയുള്ളവരായിട്ട് നമ്മൾ മാറുന്നില്ലെന്നതാണ്. ദൈവത്തോടായിക്കോട്ടെ, സഹോദരങ്ങളോടായിക്കോട്ടെ, പലപ്പോഴും നമ്മൾ നന്ദിയില്ലാത്തവരായിട്ട് പലപ്പോഴും മാറുന്നുണ്ട്, കൃതജ്ഞതയില്ലാത്തവരായിട്ട് മാറുന്നുണ്ട്. സുവിശേഷം പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ഓരോ കാര്യങ്ങളിൽ പോലും അളവുകളൊന്നുമില്ല, കണക്കുകളില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ നിമിഷവും തമ്പുരാനെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഒരു അളവോ കണക്കോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഓരോ മനുഷ്യനെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്തിരിയരുത്. എൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തോടൊപ്പം കരുണയായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അതിനു വേണ്ടുന്ന എല്ലാ കൃപയും തമ്പുരാൻ തരട്ടെ എന്ന് ഈ ഒരു ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയെ ആരാധന, പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.